ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇട്ട് വെക്കാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് 1.5 കിലോ നാരങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ച് ഉപ്പും വിനാഗിരിയും ഇട്ട് ഒരു 2-3 ദിവസമൊക്കെ വെച്ചതാണ്. 2 ദിവസം പുറത്തും പിന്നെ ഒരു 2-3 ദിവസം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരുന്ന് വെച്ച അച്ചാറാണ്. അച്ചാറിന് വേണ്ടിയുള്ള നാരങ്ങയാണ്. അപ്പോൾ അതിനായിട്ട് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. പിന്നെ സാദാ മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മൂത്ത് പോവും. എന്നിട്ട് ആ നാരങ്ങ ഉപ്പും വിനാഗിരിയും പുരട്ടി വെച്ച നാരങ്ങ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം തലേന്ന് തന്നെ വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ചതാട്ടോ. ഇച്ചിരി അതിൻ്റെ ഹാർഡ്നെസ് ഇത്തിരി കുറയാനായിട്ട് കുറച്ച് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമായിരുന്നു. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത് ഇളക്കാൻ പാടില്ല. പിന്നെ എന്നിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അടച്ചു വെക്കുക. അതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക നല്ലപോലെ. അതിന് ശേഷം പിന്നെയും നമുക്കൊരു 5 മിനിറ്റൊക്കെ അടച്ചു വെക്കാം. അപ്പോൾ രണ്ടും കൂടി ചേർന്ന് ആ ഒരു ഫ്ലേവർ വരും. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന്. പിന്നെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, മധുരം കയ്പ്പധികം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.